നമുക്ക് 5-ാം നമ്പർ ഡോക്കിലേക്കാണ് വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആശാൻ വണ്ടി 5-ാം നമ്പർ ഡോക്കിലേക്ക് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വണ്ടിയിൽ മുഴുവൻ ഐസ് കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഡോറ് ഓപ്പൺ ആക്കണം. അപ്പോൾ നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ആക്കി. ഇനി നമ്മൾ ഡോക്ക് ചെയ്യാൻ പോവാണ് വണ്ടി. ഈ 2 ലൈന് കറക്റ്റ് ചെയ്ത് വന്നാൽ മാത്രമേ കറക്റ്റ് ഡോക്കിംഗ് ഇവിടെ ആവുള്ളൂ. കുറച്ചിങ്ങോട്ടായിക്കോ. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എയറിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് വെച്ച് വണ്ടീൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈറ്റ് കറക്റ്റാവും. അപ്പോൾ നമ്മൾ വണ്ടി ഡോക്ക് ചെയ്തു. പിന്നെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടാകുമ്പം ബാക്കി കാണാം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ലോഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയൊരു സ്ഥലത്തുകൂടി ലോഡ് ചെയ്യാനുണ്ട്. ഈ പ്രാവശ്യം 2 പോയിൻ്റ് ലോഡിങ്ങാണ് ഞങ്ങൾക്ക് കമ്പനി തന്നേക്കുന്നത്. ഫസ്റ്റ് പ്രൈസിലെ ലോഡിങ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആകെയുള്ളത് വെറും 2 പാലറ്റാണ്. ഇനി നമ്മൾ പോകുന്നത് പേപ്പർ വർക്കിനാണ്. യൂറോപ്പിൽ ഇതിന് പറയുന്നത് CMR എന്നാണ്. അതായത് നമ്മളൊരു ഗുഡ്സ് എടുക്കും, ഈ CMR ഫില്ല് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. ഇത് കൂടാതെ ഇൻവോയ്സ് കമ്പനി തരും. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ യൂറോപ്പിൽ. ശക്തിയായിട്ടുള്ള മഞ്ഞ് വീഴ്ച കാരണം സെക്കൻഡ് പോയിൻ്റ് ലോഡിങ് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് പോയിൻ്റ് ലോഡിങ് കംപ്ലീറ്റ് ചെയ്തിപ്പം ചെക്ക് ബോർഡർ കഴിഞ്ഞിപ്പം ജർമ്മനിയിൽ എൻട്രി ആയിട്ടുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് സ്പെയിൻ. അപ്പോൾ ജർമ്മനിയിലെ കാലാവസ്ഥ കുറച്ച് ബെറ്ററാണ്. സ്നോ ഫോളിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് കുറച്ചും കൂടി സുഖകരമായിരിക്കും. ജർമ്മനിയിൽ കഴിഞ്ഞൊരു 1-2 മാസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കാരണം റോഡിലേക്ക് പൊട്ടി വീണ് മരത്തിൻ്റെ കൊമ്പുകളൊക്കെ റോഡ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ട്രാഫിക് ജാമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും എല്ലാ വാഹനങ്ങളും കറക്റ്റായിട്ട് ട്രാഫിക്കിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് മാത്രമേ യൂറോപ്പിൻ്റെ റോഡുകളിലൂടെ ഓടിക്കൂ. ആരും അത് തെറ്റിക്കില്ല.
ഇപ്പം നമ്മൾ എക്സിറ്റ് എടുക്കുന്നത് A5, അതായത് ജർമ്മനിയിലെ A5 മോട്ടോർ വേ ആണ്. ഫ്രാൻസിൻ്റെ ബോർഡറിലേക്കുള്ള A36 മോട്ടോർ വേയിലേക്കാണ് നമ്മളിപ്പോൾ എക്സിറ്റ് എടുക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഫ്രാൻസിനെയും ജർമ്മനിയും വേർതിരിച്ച് കുറുകെ ഒഴുകുന്ന റെയിൻ നദി നമുക്ക് കാണാം. ഈ റെയിൻ നദിയുടെ ഒരു വശത്ത് ജർമ്മനിയും ഒരു വശത്ത് ഫ്രാൻസുമാണ്. ആദ്യം കാണുന്നത് റെയിൻ നദിയും രണ്ടാമത് കാണുന്നത് റെയിൻ നദിയിലെ വെള്ളം ഉപയോഗിച്ചുള്ള ഒരു കനാലുമാണ്. അത് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടും പിന്നെ അതുപോലെ അവിടെ ഒരു ചെറിയൊരു അണക്കെട്ടുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് 100% ഉറപ്പില്ല. ഒരു ചെറിയ അണക്കെട്ട് അവിടെ കാണാം. അത് കഴിയുമ്പം നമ്മൾ പ്രവേശിക്കുന്നത് ഫ്രാൻസിലേക്കാണ്. എന്നാൽ ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തേക്ക് കിടക്കുമ്പോൾ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രാൻസിയ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ RTO ഓഫീസ്, GST ഓഫീസ്, അല്ലെങ്കിൽ പണ്ടുള്ളതുപോലെ വാണിജ്യ നികുതി ഓഫീസ്, ഇങ്ങനത്തെ ഓഫീസുകളുമില്ല, പോലീസില്ല, ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്കൊരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് കടന്നു പോകാൻ പറ്റും. പിന്നെ ഇവിടെ ആൾക്കാരെ കടത്തിക്കൊണ്ടുപോകുന്നൊരു പ്രശ്നമുണ്ട്. അതായത് മറ്റ് യൂറോപ്പിൻ്റെ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇല്ലീഗലായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതായത് രാജ്യത്തിൻ്റെ പോലീസ് ഇതുപോലുള്ള ഇടങ്ങളിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. അല്ലാത്ത പക്ഷം വേറൊരു രീതിയിലുള്ള ചെക്കിങ്ങുമില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് കയറി ഇറങ്ങി പോവാം. ഞങ്ങൾക്കിനി 2 മണിക്കൂർ കൂടിയാണ് 9 hour റെസ്റ്റിന് ബാക്കിയുള്ളത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ 9 hour റെസ്റ്റിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ 9 hour റെസ്റ്റ് പൂർത്തിയായി. 9 മണിക്കൂർ ഒരു 6-7 മണിക്കൂർ ഞങ്ങൾ കിടന്നുറങ്ങി, എണീച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. നമുക്ക് പാർക്കിംഗ് കിട്ടിയത് ഫ്രാൻസിലെ ബോർഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി കഴിഞ്ഞിട്ട് സ്പെയിനിലേക്ക് പോകുന്ന മോട്ടോർ വേൻ്റെ ഒരിടത്താണ്. ഇവിടെ ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് വലിയ പാർക്കിങ്ങുകൾ ഈ മോട്ടോർ വാൻ്റെ 2 വശത്തുമായിട്ട് ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. ഫ്രീ ആണ്. ടോയ്ലറ്റ് ആണെങ്കിലും കുളിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, കുടിവെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ഏത് മോട്ടോർ വേയിലും, അതായത് ഏത് യൂറോപ്പിലെ ഏത് രാജ്യമാണെങ്കിലും എല്ലാ മോട്ടോർ വേൻ്റെ സൈഡിലും ട്രക്കുകൾക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ, അതായത് ഒരു 100 ട്രക്ക് വരെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള ഇഷ്ടം പോലെ പാർക്കിങ്ങുകളുണ്ടാവും. അപ്പോൾ നമുക്കവിടെ പാർക്ക് ചെയ്യാം. ഇതിലൊരു കാര്യം മാത്രം മാറ്റുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ പലയിടങ്ങളിലും പൈസ കൊടുക്കണം. നമ്മൾ കുളിക്കാനാണെങ്കിലും ടോയ്ലറ്റ് പോകാനാണെങ്കിലൊക്കെ പൈസ കൊടുക്കണം. പക്ഷെ ജർമ്മനി ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫ്രീ ആണ്. ട്രക്ക് ഡ്രൈവർമാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പിന്നെ കുളിക്കാനും ടോയ്ലറ്റ് പോകാനും എല്ലാം ഫ്രീ ഉണ്ട്. പിന്നെ അതുപോലെ പെയ്ഡ് പാർക്കിങ്ങുകളും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പെയ്ഡ് പാർക്കിങ്ങുകൾ ചൂസ് ചെയ്താൽ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ നിശ്ചിത നിരക്കുണ്ടാവും. 1 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിന് ഇത്ര യൂറോ എന്നുണ്ടാവും. അതടച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് ഡ്രൈവേഴ്സിന് വൗച്ചേഴ്സ് കിട്ടും. നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാം. അങ്ങനെയുള്ള പാർക്കിങ്ങുകളുണ്ട്. എന്നാൽ ഫ്രാൻസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക പാർക്കിങ്ങുകളും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പാർക്കിങ്ങുകളാണ്. ടോയ്ലറ്റൊക്കെ ഗവൺമെൻറ് തന്നെ ജീവനക്കാരുണ്ട്. അത് വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ, അവർ വന്നെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് പോകും. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്.
ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ പോകുന്നത് സ്പെയിനിലെ വിക്ടോറിയ, നമ്മുടെ കമ്പനീൻ്റെ തന്നെ യാർഡുണ്ട്, അവിടെ പോയി നമ്മുടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് പുതിയൊരു ട്രെയിലർ എടുത്തിട്ട് നമ്മൾ പോകുന്നത് കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും ബോർഡറിലേക്കാണ്. ഈ വരുന്ന ടോളാണ് ഫ്രാൻസിൻ്റെ സ്പെയിനിൻ്റെയും ബോർഡറിലെ ലാസ്റ്റ് ടോളാണ്. ആ ബോർഡർ, ഈ ടോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പെയിനാണ്. സ്പെയിനിൽ കയറിയിട്ട് നമുക്ക് നേരെ വിക്ടോറിയ യാർഡിലേക്കാണ് പോകേണ്ടത് നമ്മുടെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യാൻ. പക്ഷേ സ്പെയിനിൽ ഡീസലിനും ആഡ്ബ്ലൂവിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായതുകൊണ്ട് നമ്മളെപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഈ ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഈ ബോർഡർ കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഇരുൺ എന്നാണ് പറയുന്നത്. സ്പെയിനിലെ ഇരുണിലെ പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ടാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ബോർഡർ കടന്നിട്ട് നേരെ പോകാൻ പോകുന്നത് ഇരുൺ ഡീസൽ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ഡീസൽ അടിച്ച് ശേഷം നമ്മൾ വിക്ടോറിയയിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ വിക്ടോറിയ യാർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2 കിലോമീറ്ററും കൂടി ഓടി കഴിഞ്ഞാൽ വിക്ടോറിയ യാർഡായി. നമ്മുടെ വിക്ടോറിയ യാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ട്രെയിലർ എടുത്ത് പോകും. ഇതാണ് നമ്മുടെ യാർഡ്. ഇത് കാണാം, ഒരുപാട് ട്രെയിലറുകൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വിക്ടോറിയയിലെ ഡുവൻബക്ക് യാർഡിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് പോർച്ചുഗലിലേക്ക് പോകേണ്ട ഒരു ട്രെയിലർ ഇവിടെ എവിടെയുണ്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൊണ്ടുവന്ന ട്രെയിലർ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകേണ്ട ട്രെയിലർ കണക്ട് ചെയ്തിട്ട് നമ്മളിവിടുന്ന് പോർച്ചുഗലിലേക്ക് പോകും.
അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും അടുത്ത വീഡിയോ പോർച്ചുഗലിലേക്കുള്ള ട്രിപ്പായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകേണ്ട ട്രെയിലറായിട്ട് ഞങ്ങളിവിടുന്ന് പോവും. എനിവേ, താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.